Welcome to Isha's Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള കോവയ്ക്ക ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ ഇവിടെ 1.5 കപ്പ് തേങ്ങ ചെരുവിയതെടുത്തിട്ടുണ്ട്, 4 കോവയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് മാങ്ങ, പിന്നെ 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില. പിന്നെ മുളകൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളക്, കറിവേപ്പില, കോവയ്ക്ക, മാങ്ങ എല്ലാം ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ പച്ചമുളകൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കോവയ്ക്കിൻ്റെ 2 സൈഡൊന്ന് കളഞ്ഞതിന് ശേഷം അതും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. റോ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് കോവയ്ക്കൊക്കെ പച്ചക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോവയ്ക്കൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും ഉണ്ടാവില്ല, എന്നാൽ മാങ്ങയും ഇപ്പോൾ തേങ്ങയൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. ഇപ്പം ഞാനെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ കോവയ്ക്കയും മാങ്ങയും പച്ചമുളകും എല്ലാം നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഈ ചമ്മന്തിയിൽ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയ്ക്ക് പകരം കുടംപുളിയാ അതല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്കേ ഇരുമ്പാമ്പുളി എന്തെങ്കിലും ചേർക്കാം കേട്ടോ. ഈ കോവയ്ക്ക ചമ്മന്തി നമ്മൾ തേങ്ങ ചേർക്കാതെയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. എന്നിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോവയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര അരഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അരച്ചെടുക്കാം. ഞാനിവിടെ ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.